സഹൃദയരെ, കലാസ്നേഹികളെ, തേവര സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്, സീനിയർ സിറ്റിസൺ ഫോറവും ഭക്തമരി സമാജവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം സ്നേഹക്കൂട്. അനുകാല പ്രസക്തങ്ങളായ ചില നുറുങ്ങ സത്യങ്ങളും അഭിനവ യുഗത്തിലെ കലുഷിത മനസ്സുകളുടെ ചില തീരാ ദുഃഖങ്ങളും നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് സ്നേഹക്കൂട്. സർവേശ സംശം സാഷ്ടാംഗം പ്രണമിച്ച് സമർപ്പിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുകയായി. ഓ, ഈ പേപ്പറിൽ എന്തെല്ലാം വിശേഷങ്ങളാണ് വായിക്കാൻ. 2 മക്കളെ കൊന്ന പ്രതി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. തിരുവല്ലായിൽ ഒരു മാതാവിനെ മരുമകൾ വെട്ടിക്കൊന്നു. അയ്യോ, ഇത് എന്ത് കാലം! മരുമക്കളെ പേടിച്ച് അമ്മായിയമ്മ ജീവിക്കേണ്ട കാലം. ഇത് ഭയങ്കരം തന്നെ. എടി ഷീലേ, നിനക്കെന്താ ചെവി കേട്ടുകൂടെ? എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നു. അമ്മച്ചി, എന്താണ് എന്നെ വിളിച്ചത്? എന്താടി, നിനക്കറിയത്തില്ലയോ? പത്രം വായിക്കുമ്പോൾ എനിക്കൊരു ചായ വേണമെന്ന്. നീ എവിടെ പോയി കിടക്കുമായിരുന്നു? അയ്യോ എന്റെ അമ്മച്ചി, ഞാൻ വിചാരിച്ചു അമ്മച്ചി പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയിരിക്കുവാന്ന്. പറമ്പിൽ വീണ തേങ്ങ പെറുക്കുവല്ലടി എന്റെ ജോലി. അതിനാടി ഞാൻ കാശ് കൊടുത്ത് ആളെ വെച്ചിരിക്കുന്നത്. അയ്യോ അല്ലമ്മച്ചി. പിന്നെ എന്താന്നാടി, തേങ്ങ എന്റെ തലയിൽ വീണ് ഞാൻ തീർന്നു എന്ന് വിചാരിച്ചോ? അന്നമ്മ ചേർത്തിയേ, ഒടുക്കവും തുടക്കവും എല്ലാം തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ ചേട്ടത്തി. തേങ്ങ വീണാന്നോ മാങ്ങ വീണാന്നോ അതോ വിമാനം പൊട്ടിത്തെറിച്ചാണോ എന്ന് നമുക്കങ്ങനെ അറിയാനാ? അല്ലോ ശീല കുഞ്ഞേ? എടോ, തന്നെ എന്തിനാടോ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ചേട്ടത്തി, സണ്ണിക്കുഞ്ഞ് എന്നോട് ഒരു 3000 രൂപ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞേക്കുവാ. ശരി, രാവിലെ കോഴി കൂകും മുമ്പേ പൈസ. അവൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു വശപ്പശ ഉണ്ടെന്ന്. അതെ, അച്ഛൻ എന്നും രാവിലെ തോട്ടത്തിൽ പോകുന്നതല്ലയോ? അവിടുത്തെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അമ്മച്ചി. നിർത്തടി, ഇവിടുത്തെ തറവാട്ട് കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം നിനക്കില്ല. ഇവിടെ എന്ത് പറയണമെന്നും എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം. നീ അകത്ത് കയറിപ്പോടി. എടോ ഔസേപ്പേ, എന്തിനാടോ അവനിപ്പൊ 3000 രൂപ? ചേട്ടത്തി, നമ്മുടെ കിഴക്കേ പാടത്ത് മരച്ചീനി എല്ല് ഇട്ടിരിക്കുന്നേ. അതിന് 4 ഇല വന്ന തടം എടുത്ത് വളം ഇട്ട് കൊടുക്കണ്ടേ? അതിനു വേണ്ടിയാ 3000 രൂപ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ സണ്ണിക്കുഞ്ഞ് പറഞ്ഞയച്ചേക്കു എന്നെ. പഠിക്കാൻ വിട്ട കാലത്ത് മാവിലെറിഞ്ഞും സിനിമ കാണാൻ നടന്നതിന്റെയും ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്നിട്ടിപ്പോൾ കൃഷിയെന്നും വളമെന്നും പറഞ്ഞ് അവൻ എനിക്ക് സമാധാനം തരാറുണ്ടോ? താൻ ചെന്ന് അവനോട് പറഞ്ഞേര്, അവനുണ്ടാക്കുന്ന പണം കൊണ്ടല്ല ഈ തറവാട് നടക്കുന്നതെന്ന്. എന്റെ പൊന്നു മക്കൾ അങ്ങ് വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഈ തറവാട് നടക്കുന്നത്. അവൻ എനിക്കൊന്നും തന്നിട്ടുമില്ല, എനിക്ക് അവനൊന്നും കൊടുക്കാനുമില്ല. തനിക്ക് പോകാം. വന്ന് അറിയിക്കാനുള്ള കടമ എന്റേത്. ചേട്ടത്തിന് ഇഷ്ടം പോലെ ചെയ്തു. ഈ കാര്യം ഞാൻ സണ്ണിക്കുഞ്ഞിനെ അറിയിച്ചേക്കാം. ഞാൻ അങ്ങോട്ട് പോവാന്നേ. അമ്മച്ചി, ചായ. നേരത്തോട് നേരം കഴിഞ്ഞിട്ടാണോ നിന്റെ ഒരു ചായ? ആർക്ക് വേണം നിന്റെ ചായ? കേറിപ്പാടി. ഓ, എന്തോ ഒരു ചൂടാ. ഈ ഔസേപ്പേട്ടനോട് കാര്യം പറഞ്ഞാൽ പൈസ വാങ്ങിക്കൊണ്ട് വരാൻ വിട്ടതാണ്. ഞാൻ നോക്കി നിന്ന് മുഷിഞ്ഞു. എടി ഷീലേ, എന്തു പറ്റി? നീ എന്തിനു വിഷമിച്ച് നിൽക്കുന്നു? വയ്യ സണ്ണിച്ചായ, വയ്യ, ഞാൻ മടുത്തു. എടി ഷീലേ, നീ കരയരുത്. എല്ലാത്തിനും ഒരു നിയോഗമുണ്ട്. നീ ഈ വീട്ടിൽ വന്നു മുതൽ നിനക്ക് കഷ്ടവും സങ്കടമാണെന്ന് എനിക്കറിയാം. സാരമില്ല ചായ, അച്ഛൻ അടുത്തുള്ളപ്പോൾ ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. അല്ല ഷീലേ, എനിക്കറിയാം നീ ആഗ്രഹിച്ച ഒരു ജീവിതം തരാൻ എനിക്കിതുവരെ സാധിച്ചില്ല. നീ എനിക്ക് വേണ്ടി എല്ലാം സഹിക്കുവാണെന്ന് എനിക്കറിയാം. എന്റെ അച്ഛന്റെ മനസ്സ് ഇത് കണ്ട് ദുഃഖിക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്താടി ഇവിടെ ഒരു നാടകം? അമ്മച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ മാതിരി നാടകമൊക്കെ അങ്ങ് നിങ്ങളുടെ മുറിയിൽ മതി. നിന്റെ ആട്ടവും പാട്ടും ഒന്നും ഇവിടെ വേണ്ട. നിന്റെ അപ്പൻ തരാമെന്ന് പറഞ്ഞതൊക്കെ
തന്നതിന് ശേഷം മതി ഇതെല്ലാം. നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നത് പോലും. അമ്മച്ചി, എന്താടാ, നിനക്ക് നൊന്തുപോയോ? നൊന്തുപോയെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ അവളെയും കൂട്ടി എവിടെങ്കിലും പോകും. എനിക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അമ്മച്ചി, നമുക്ക് ആവശ്യത്തിനധികം സ്വത്തുക്കളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ നക്കപ്പിച്ച കണക്ക് പറഞ്ഞ് അവളെ വേദനിപ്പിക്കുന്നത്? മനുഷ്യൻ ജന്മം മുതൽ മരണം വരെ സമ്പാദിച്ചു കൂട്ടുന്നത് എന്തെങ്കിലും കർത്താവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുമോ? ഇല്ലടാ, ഇല്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേടാ നിന്റെ അപ്പൻ മരിച്ചിട്ടും നീയൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്നത്. നമ്മൾ പൈസ സമ്പാദിക്കുന്ന ആർക്ക് വേണ്ടിയാ? വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി. അത് നിനക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അമ്മച്ചി, ഈ നിന്ദിയും ദുഷിപ്പും പരിഹാസവും വളരെയധികം കേട്ടതാണ്. അതുകൊണ്ട് അമ്മച്ചിയോട് പിണക്കമോ പരിഭവമോ ഇല്ല. എനിക്ക് എൻ്റെ അമ്മച്ചിയോട് സ്നേഹം മാത്രമേ ഉള്ളൂ, അതും നിറഞ്ഞ സ്നേഹം. ഓ, അവന്റെ ഒരു സ്നേഹം! എന്തുവാടാ നിന്റെ സ്നേഹം? ഞാൻ എൻ്റെ പിള്ളേരെ ജോണിക്കും ബെന്നിക്കും മോളിക്കും എഴുത്തിട്ടിട്ടുണ്ട് എന്നെ എത്രയും വേഗം ഈ നരകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ. അവരിങ്ങോട്ട് വന്നോട്ടെ, ഞാൻ നിന്നെ കാണിച്ചു തരാം. എനിക്ക് വയ്യ അമ്മച്ചിയോട് സംസാരിക്കാൻ. സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ, എന്നും ഇത് തന്നെയല്ലേ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം. ഈ വീട്ടിൽ നിന്നാൽ വട്ടായി പോവും. എന്താ സണ്ണി കുഞ്ഞെ, അമ്മച്ചി ശരിക്കും സ്നേഹിച്ച പോലെ ഉണ്ടല്ലോ. എന്തു പറ്റി? എന്റെ അവസ്ഥപ്പെട്ട ചേട്ടൻ അറിയത്തില്ലയോ അമ്മച്ചിയുടെ സ്വഭാവം? ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കത്തില്ല, എന്നാലും എന്റെ അമ്മച്ചിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ. കുഞ്ഞെ, ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. നീ എന്ന് കർത്താവിനെ അറിയാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയ ഈ പരീക്ഷണം. അതിനൊരു വഴിയുണ്ട്. നീ കർത്താവിനെ ഹൃദയത്തിലോട്ടങ്ങ് ചേർത്ത് പിടിച്ചോണം. അപ്പോ എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാവും. അവസ്ഥപ്പെട്ട ചേട്ടന്മാരും പെങ്ങളും ഈ നാട്ടിലേക്ക് എത്തി നോക്കിയിട്ട് 4-5 വർഷമായി. ഈ വീട്ടിലെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മുടക്കം വന്നിട്ടുണ്ടോ? എല്ലാം ഞാൻ ഒറ്റയ്ക്കല്ലേ നോക്കി നടത്തുന്നത്. കാര്യം കാശൊക്കെ അവരുടേതാണെങ്കിലും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ അമ്മച്ചി അവരോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. എപ്പോഴെങ്കിലും എന്നോട് സ്നേഹത്തോടൊരു വാക്ക്, അല്ലെങ്കിൽ ഒരു നോട്ടം, ഇത്രയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ അവസ്ഥപ്പെട്ട? തെറ്റില്ല. എനിക്കറിയാം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല കുഞ്ഞെ. മണമുള്ള ഒരു കാലം വരും. അതിനാൽ നീ പ്രാർത്ഥിക്കും. സുഖമാണോ ഷീല കുഞ്ഞെ? എന്ത് സുഖം! നേരം വെളുത്താൽ വൈകുന്നേരം വരെ തൂക്കലും തുടയ്ക്കലും വെക്കലും, പിന്നെ അമ്മച്ചിയുടെ ശകാരം. ഇവളിവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എങ്ങനെയെങ്കിലും ഒരു വേലക്കാരിയെ വെക്കാമെന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്റെ തല ചാടി പറിക്കും. കുഞ്ഞെ, ഞാൻ ഇതൊന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയൊന്നും അല്ലല്ലോ. നിങ്ങളുടെ അപ്പനുള്ള കാലം മുതലേ ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കുഞ്ഞെ, ഞാൻ പോവുകയാണ്. അമ്മച്ചി വരുന്നെന്ന് തോന്നുന്നു. ശരിയാണ്, എന്നെ കണ്ടാലും അമ്മച്ചിക്ക് ബാധകളും. എന്താടി നീ ഫോണിന്റെ അടുത്ത് നിന്ന് പരുങ്ങുന്നത്? ഈ വീട്ടിൽ വരുന്ന ഫോണൊന്നും എടുക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഹലോ ഹലോ, അയ്യോ എന്റെ മോനെ വെന്നിക്കുട്ടി, നീ നാളെയാണോ വരുന്നത്? ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ശരി ശരി. എടാ ഔസാപ്പേ, ഒരാവശ്യത്തിന് വിളിച്ചാൽ ഇങ്ങനെ കാണത്തില്ല. എടാ ഔസാപ്പേ, എന്താണ് ചേട്ടത്തി? താൻ എവിടെയാണ്? താൻ അറിഞ്ഞോ, നാളെ ബെന്നിയും ജോണിയും ദുബായ് വഴി മോളിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ടു വരുന്നു. താൻ എയർപോർട്ടിൽ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരണം. ശരി ചേട്ടത്തി, ശരി. നീ എന്താണ് ഇവിടെ വായും പൊളിച്ച് നിൽക്കുന്നത്? അടുക്കളയിൽ പോയി നാളത്തേക്ക് വേണ്ടി എല്ലാം ശരിയാക്കുക. ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. എടാ ഔസാപ്പേ,
താറാവ്, കോഴി, പന്നി എല്ലാം വാങ്ങിക്കണം. ശരി ചേട്ടത്തി, ശരി, എല്ലാം വാങ്ങിക്കാം. എന്താ ഇവിടെ ഒരു ബഹളം? ഓ പിന്നെ സണ്ണിക്കുഞ്ഞെ, ഈ വീട്ടിൽ ഉത്സവമല്ലേ നടക്കാൻ പോകുന്നേ? ബെന്നിയും ജോണിയും മോളിയും നാളെ വിദേശത്തുനിന്ന് വരുന്നു. ശരിയാണോ ഔസേപ്പേട്ട? എല്ലാവരും വരുന്നോ? എത്ര നാളായി അവരെ കണ്ടിട്ട്. ചേച്ചിമാരും ചേട്ടന്മാരും കുട്ടികളും എല്ലാം കൂടി ഇവിടെ ഒരു ഉത്സവം തന്നെ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? 4 വർഷത്തിന് ശേഷം വലിയ പറമ്പിൽ തറവാട്ടിലേക്ക് എല്ലാവരും കൂടി വരുന്നതല്ലേ. നമുക്കത് ശരിക്കൊരു ആഘോഷമാക്കണം സണ്ണിക്കുഞ്ഞെ. ശരി ഔസേപ്പേട്ട, എല്ലാം പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യണം. ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. എടി, ഇവിടെ കിടന്ന് കളിക്കാതെ വേഗം അടുക്കളയിലേക്ക് ചെല്ല്. എല്ലാം വേഗം ശരിയാക്കണം. അമ്മച്ചി, യു ഡോണ്ട് വറി, ഞാൻ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിള്ളേര് വന്നല്ലോ. എന്റെ മക്കളെ, കേറി വാ. Oh, my dear sweet അമ്മച്ചി, how are you? എടി മോളി, ചേട്ടന്മാരൊക്കെ എന്തിയേ? അവർ കാറിൽ നിന്ന് ലഗേജ് ഇറക്കുക. ഓ, ഈ ഔസേപ്പിയേട്ടൻ ഇപ്പോഴും ഒരു ഉഴപ്പം തന്നെയാ അല്ലേ? എന്ത് പറ്റിയടി? സാധനം ഇറക്കാൻ പറഞ്ഞപ്പോഴേ അങ്ങേര് കിടന്ന് ചുറ്റിക്കളിക്കുക. നീ അങ്ങ് ക്ഷമിക്കടി, പ്രായമുള്ള ആളല്ലേ. ശീലേ, നീ അകത്തോട്ട് ചെല്ലേ, കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെക്ക്. ശരി സണ്ണിച്ചായ. അമ്മച്ചിയെ, ഞങ്ങൾ എത്തി. എന്റെ മക്കളെ, രണ്ടുപേരും മെലിഞ്ഞു പോയല്ലോ. ജോണിക്കുട്ടി, നീ അങ്ങ് പകുതിയായല്ലോടാ. ചേട്ടന്മാരെയും പിള്ളേരെയും കൂടി കൊണ്ടുവരാമായിരുന്നു. ഒത്തിരി ആയില്ലേ അവരെയൊക്കെ കണ്ടിട്ട്. എന്ത് ചെയ്യാനാണ്, അവൾക്ക് ലീവ് കിട്ടിയില്ല. മാത്രവുമല്ല പിള്ളേരുടെ പരീക്ഷ നടക്കുക. പിന്നെ സിസിലി എങ്ങനെ വരാനാണ്? ജോണിമോനെ, ആലീസും പിള്ളേരും എന്താടാ വരാഞ്ഞത്? അമ്മച്ചി, അവിടെ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. പിന്നെ എങ്ങനെ വരാനാണ്? ശോ, എന്ത് ചെയ്യാനാണ്? എടാ സണ്ണിയെ, എന്തുവാടാ നിന്റെ ഒരു കോലം? നിനക്കൊരു മാറ്റമില്ലല്ലോ. ഇന്നെങ്കിലും നിനക്ക് ഒരു നല്ല ഷർട്ടിട്ട് നിൽക്കാമായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പാടത്തും പറമ്പിലും ജോലി ചെയ്ത് ജീവിക്കുന്ന ആളല്ലേ. എനിക്ക് നിങ്ങളെപ്പോലെ കോട്ടും സൂട്ടും ഇട്ട് നടക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ പെട്ടിയും മറ്റും ഞങ്ങളുടെ മുറിയിൽ കൊണ്ടുവയ്ക്ക്. ഇതൊന്ന് പിടിച്ചിറക്കണ്ട കുഞ്ഞെ, ഇത് കുറെ നേരം ചുമന്നുകൊണ്ട് നിൽക്കുന്നേ. എടാ സണ്ണി, ഇതെല്ലാം മുകളിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ? അമ്മച്ചി, നല്ല വിശപ്പുണ്ട്. എന്തുവാണ് കഴിക്കാനുള്ളത്? പുട്ടും കടലയും. ഈ അമ്മച്ചിയുടെ ഒരു പുട്ടും കടലയും കപ്പയും കാച്ചിലും ചേമ്പും ഒന്നും ഇല്ലേ അമ്മച്ചി? എനിക്കറിയാം നീ ഇത് തന്നെ ചോദിക്കുമെന്ന്. അതും ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കലമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എത്ര കാലമായി അമ്മച്ചി ഇതെല്ലാം കഴിച്ചിട്ട്? ഏകദേശം 4 വർഷമായി. ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്ക് ഇതൊക്കെയല്ലേ അമ്മച്ചി സന്തോഷം. ഇനിയും താമസിക്കണ്ട. എടാ ജോണിയെ, നമുക്ക് അകത്തേക്ക് പോവാം. എടി ശീലേ, ഫോൺ നമ്പർ എഴുതിയ ബുക്ക് കാണുന്നില്ലല്ലോ. എവിടെയാണ് വെച്ചേക്കുന്നത്? സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണം. സണ്ണിക്കുഞ്ഞെ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്താണ് ഔസേപ്പേട്ട? സണ്ണിക്കുഞ്ഞെ, ഞാൻ ഈ തറവാട്ടിൽ കാല് കുത്തിയിട്ട് വർഷങ്ങളായി. ഇപ്പോ മനസ്സിലായി, കാലം മനുഷ്യനെ മാറ്റിമറിക്കുമെന്ന്. ഔസേപ്പേട്ട, കാലം മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും മാറ്റിമറിക്കും. ഓരോ കാലത്തിനും അതിൻ്റെതായ നിയോഗങ്ങളുമുണ്ട്. നമ്മുടെ കർത്താവ് തമ്പുരാൻ കൽപ്പിച്ചു കൊടുത്ത കർമ്മങ്ങളുമുണ്ട്. സണ്ണിക്കുഞ്ഞെ, പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത എനിക്ക് ഈ പറയുന്ന ഭാഷയൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് മോളിക്കുട്ടിയുടെ കാര്യമാണ്. ആഹാ, മോളിയാണോ? അവൾക്ക് 2 കുട്ടികൾ ഉണ്ടായിട്ടും അവളുടെ കുട്ടിക്കളി ഇപ്പോഴും മാറിയിട്ടില്ല. അതൊന്നുമല്ല സണ്ണിക്കുഞ്ഞെ ഞാൻ പറയുന്നത്. അവർ വന്ന് ഇറങ്ങിയപ്പോ മോളിക്കുഞ്ഞ് എന്നോട് പറയുക, എടോ ഔസേപ്പേ, ഈ പെട്ടിയെല്ലാം എടുത്ത് മോളിൽ കൊണ്ടുവെക്കണോന്ന്. എന്റെ ഔസേപ്പേട്ട, ഞാൻ പറഞ്ഞില്ലേ, അവളുടെ കുട്ടിക്കളി ഒന്നും മാറിയിട്ടില്ല. കുഞ്ഞെ, ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. കുഞ്ഞിന് ഓർമ്മയുണ്ടോ? മോളി കുഞ്ഞായിരുന്നപ്പോൾ
പഴുത്ത മാങ്ങ പറിക്കുവാൻ മാവിൽ കയറി ഞാൻ താഴെ വീണതും നടുവൊടിഞ്ഞ് കുറെ നാൾ കിടന്നതും മറ്റും. മക്കളില്ലാത്ത ഞാൻ നിങ്ങളെയെല്ലാം സ്വന്തം മക്കളെ പോലെയാണ് കരുതിയിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ ഈ മാതിരി സംസാരങ്ങൾ ഹൃദയത്തിലാകും ഞാൻ തറയ്ക്കുന്നത്, ഹൃദയത്തിൽ. അവസരപ്പെട്ട പണം കുന്നുകൂടുമ്പോൾ മനുഷ്യൻ വിവേകം മറക്കും, വികാരങ്ങൾ തടിമപ്പെടും. ഓട്ടെ, അവൾക്ക് വേണ്ടി ഞാൻ ചേട്ടനോട് ക്ഷമ ചോദിക്കുന്നു. വേണ്ട കുഞ്ഞെ, വേണ്ട. നിന്റെ ഈ വിധേയത്വം കാണുമ്പോ എനിക്ക് പേടി തോന്നുന്നു. ഈ വീട്ടിലുള്ളവർ നിന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എല്ലാം അറിയുന്നവൻ എന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയക്കണം? ആ നല്ലിടയെ നയിക്കുന്ന കുഞ്ഞാടുകളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞാടായി ഞാനും അങ്ങ് ജീവിക്കും. എന്തിനു പേടിക്കണം? കുഞ്ഞെ, മഴ വരുന്നെന്ന് തോന്നുന്നു. കുറെ കൊപ്ര വെളിയിൽ ഉണങ്ങാനിട്ടിട്ടുണ്ട്. മഴയ്ക്ക് മുമ്പ് അതെടുത്ത് അകത്ത് വെക്കട്ടെ. ശരി ഏട്ടാ, എന്നാ പെട്ടെന്ന് ചെല്ലേ, എനിക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എടി മോളിയെ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി, എന്താടി അളിയനും പിള്ളേരും വരാഞ്ഞത്? എന്റെ പൊന്നേ, അങ്ങേരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. മാസത്തിൽ ഒരു 3 കമ്പനിയിലെങ്കിലും ജോലിക്ക് പോകും. പക്ഷേ ഒരിടത്തും അടങ്ങി നിൽക്കത്തില്ല. പിന്നെ ഞാനും വിചാരിച്ചു വീട്ടുകാര്യങ്ങൾ നോക്കാനും പിള്ളാരെ നോക്കാനും ഒരാളായല്ലോ എന്ന്. പക്ഷേ എടി, അളിയന് ഉയർന്ന ജോലിയാണെന്നും നല്ല ശമ്പളമാണെന്നും അല്ലേ ചേട്ടന്മാർ പറഞ്ഞിരുന്നത്? ശരിയാണ്, എല്ലാം ശരിയാണ്. ആദ്യമൊക്കെ പോകുമായിരുന്നു. എന്ന് എനിക്ക് മിനിസ്ട്രിയിൽ ജോലി കിട്ടിയോ അന്ന് തുടങ്ങി അങ്ങേരുടെ അസുഖം. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടുജോലിക്ക് ആളിനെ അന്വേഷിക്കുകയും വേണ്ട, അത്രയും കാശ് എനിക്ക് ലാഭമല്ലേ എന്ന്. എടി, അളിയനറിയാം എല്ലാവർക്കും ജീവിക്കാനുള്ള പൈസ നീ ഉണ്ടാക്കുന്നുണ്ടെന്ന്. പിന്നെ എന്തിനാണ് അളിയൻ ജോലിക്ക് പോകുന്നത്? അതുകൊണ്ട് ഞാനും പറഞ്ഞു ഭരിക്കാനൊന്നും വരാതെ വീട്ടുകാര്യങ്ങൾ നോക്കി വീട്ടിലിരിക്കാൻ. നിന്റെ ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നു നിന്നെ ഞാൻ. സണ്ണി, ഷീല എന്തിയടാ? ഞാൻ വന്നപ്പോൾ ഒന്ന് കണ്ടതാ, പിന്നെ അവളെ കണ്ടതേയില്ല. മോളെ, നിങ്ങളെപ്പോലെ പത്രാസിലൊക്കെ നടക്കാൻ അവൾക്ക് കഴിയുമോ? അടുക്കളയിൽ എടുക്കാത്തീരാത്തത്രയും ജോലിയുണ്ട്. ഞാനും ഇവിടൊക്കെ തന്നെ ഉണ്ടേ. എടി ഷീലേ, എന്നെ ഷർട്ട് കഴി വെച്ചിട്ടുണ്ടോ? എല്ലാം റെഡിയാണ്. ചേട്ടന്മാർക്ക് എന്റെ കുപ്പായം കണ്ടിട്ട് അവരുടെ മാനം പോകണ്ട. ഞാൻ പോയി ഷർട്ട് മാറ്റിയിട്ടിട്ട് വരാം. ഞാൻ എടുത്തു തരണോ? വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. എടി മോളിക്കുട്ടി, നിന്റെ ഗ്ലാമർ പിന്നെ അങ്ങ് കൂടിയല്ലോടി. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന് ഡോക്ടർ എന്താണ് പറയുന്നത്? എന്ത് പറയാനാണ് മോളിക്കുട്ടി, ഇതെല്ലാം കർത്താവ് തമ്പുരാൻ വിചാരിക്കുന്നത് പോലെ അല്ലാതെ നടക്കുമോ? എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാം കർത്താവ് തരുമെന്ന് അങ്ങ് പറഞ്ഞു നിന്നു. ഈ ലോകത്ത് എത്ര പേർ കുട്ടികളില്ലാതെ ജീവിക്കുന്നു? അങ്ങനെ അങ്ങ് വിചാരിച്ചാ മതി. ഞാൻ എല്ലാം എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നീ ഇവിടെ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. എന്താണ് ഇത്രയ്ക്ക് പറയാനുള്ളത്? വേഗം അടുക്കളയിലേക്ക് ചെല്ല്. എല്ലാവരുടെയും തുണിയും കൂടി കഴുകിയിടുന്നു. അവളൊരു പാവം ആയതുകൊണ്ട് അമ്മച്ചിയുടെ ഈ വിരട്ടലെല്ലാം നടക്കും. ഞാനെങ്ങാണോ ആയിരിക്കണം അമ്മച്ചി വിവരം അറിഞ്ഞേനെ. പാവം അവളോ? പുള്ളു മുഴുവൻ വിഷമാണ്. അത് ശരിയാണ്, എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം, അമ്മച്ചി എന്തു പറഞ്ഞാലും അവൾ ഒരക്ഷരം തിരിച്ചു പറയില്ല. അത് അത്ഭുതം തന്നെ. എങ്ങനെ പറയും? അവളുടെ അപ്പൻ എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാണ് അവളെ ഇങ്ങോട്ട് അയച്ചത് എന്ന് നിനക്കറിയാമോ? എന്നിട്ട് എന്തു പറ്റി? അങ്ങേരവസാനം ഒരു കള്ളക്കരച്ചിൽ സണ്ണിയുടെ മുമ്പിൽ നടത്തി, അതിലവൻ വീണു. അലക്സിന്റെ അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ പേടിയാണ്. എങ്ങനെ പറയും? വലിയപറമ്പിൽ തറവാട്ടിലെ ഏക പന്തരിയല്ലേ നീ? നിന്നെ എങ്ങനെയാ കെട്ടിച്ചു വിട്ടതെന്ന് ഈ ദേശക്കാർക്കെല്ലാം അറിയാം. എന്നാൽ അതുപോലാണോടി അവൾ? എന്താടി മേഴ്സി, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ഈ വഴിയൊക്കെ നീ അറിയുമോ? അമ്മച്ചിയെ എപ്പോഴും വിചാരിക്കും ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. പല പല ജോലി തിരക്കുകൾ കൊണ്ട് ഇതുവരെയും വരാൻ പറ്റിയില്ല. എന്താണ് അമ്മച്ചിയും മോളും കൂട്ടുകാരിയും കൂടി ഒരു പരദൂഷണം? എന്താ? എനിക്ക് എന്റെ അമ്മച്ചിയോട് സംസാരിക്കാൻ പറ്റത്തില്ലേ?
വാ മേഴ്സി, നമുക്ക് അകത്തേക്ക് പോകാം. എന്നെ അമ്മച്ചി, അവർ പിണങ്ങിപ്പോയതാണോ? ഓ, അവൾ അടുക്കളയിലേക്ക് പോയതാണ്. ആട്ടെ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഓ, വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ജോണിക്കുട്ടി എന്തിയടാ? അമ്മച്ചി, ഞാൻ കുളിക്കുമായിരുന്നു. ഓ, എന്താണ് ഇവിടുത്തെ ഒരു ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. വന്നപ്പോൾ മുതൽ ഞാൻ വിരോധിക്കണമെന്ന് വിചാരിക്കുമായിരുന്നു. എന്ത് കോലമാണ് അമ്മച്ചിയുടെ. ആ പഴയ ഉത്സാഹവും പ്രസരിപ്പും എവിടെ പോയി? എന്താണ് അമ്മച്ചിക്ക് പറ്റിയത്? എന്റെ കുഞ്ഞെ, പ്രായം കൂടി വരുമല്ലേ. പോരാത്തതിന് പറക്കമുറ്റിയപ്പോഴേ നിങ്ങളെല്ലാവരും അങ്ങ് പോയി. പിന്നെ ഞാൻ ഈ നരകത്തിൽ കിടന്ന് അനുഭവിക്കുന്നത് എനിക്കല്ലേ അറിയൂ. അതിനിവിടെ എന്ത് കുഴപ്പമാണെന്നാണ് അമ്മച്ചി പറയുന്നത്? എന്നെ അമ്മച്ചി, കൃഷിയും കാര്യങ്ങളുമെല്ലാം അമ്മച്ചിയും സണ്ണിയും കൂടിയല്ലേ നോക്കുന്നത്. പിന്നെ സാമ്പത്തികവും മാനസികവുമായ അമ്മച്ചിക്ക് എന്താണ് വിഷമം? സാമ്പത്തികമായി എൻ്റെ കയ്യിൽ എന്തുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ ഉള്ളതിൻ്റെ പകുതി മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. ബാക്കിയെല്ലാം അവരുടെ കൈവശമാണ്. ആര്? ഷീലയുടെയും സണ്ണിയുടെയും കയ്യിലോ? അതേടാ, അതെ. എന്നിട്ട് എന്താണ് അമ്മച്ചി ഈ വിവരം ഞങ്ങളെ അറിയിക്കാതിരുന്നത്? നമ്മുടെ സണ്ണിക്കുഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അവന്റെ പാവമല്ലേ അമ്മച്ചി? അതൊക്കെ പണ്ട്. അവൾ വന്നതിന് ശേഷം എല്ലാം നാടകമാണ്. കിട്ടുന്നതിൻ്റെ പകുതിയും അവളുടെ വീട്ടിലേക്ക് കടത്തുന്നോ എന്ന് എനിക്കൊരു സംശയം. അത് ശരി, ഇത്രയും കാലം പാവമായി നടിച്ച് അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, എന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. ഇവിടെ നിന്നാൽ എൻ്റെ ജീവിതം കട്ടപ്പുകയായി തീരും. നമുക്കതിന് വഴിയുണ്ടാക്കാം. അയ്യോ അമ്മച്ചിയെ, എന്റെ അമ്മച്ചിയെ, അവൾ എന്നെ ചൂടുവെള്ളം കോരി ഒഴിച്ച് പൊള്ളിച്ചു. അയ്യോ, എനിക്ക് വയ്യായേ. അയ്യോ അയ്യോ അയ്യോ. എടാ ബെന്നി, ഓയിൽമെന്റ് ഓടി വാ, ഓടി വാ. എന്റെ അമ്മച്ചിയെ, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. ചൂടുവെള്ളം കൊണ്ട് തിരിഞ്ഞപ്പോൾ മോളി പുറകെ നിൽക്കുന്ന ഞാൻ കണ്ടില്ല. സത്യമാണ് അമ്മച്ചി, എന്നെ വിശ്വസിക്കണേ. അല്ല, നീ അത് മനഃപൂർവ്വം ഒഴിച്ചാടി. എന്റെ കൊച്ചിനോട് ഇങ്ങനെ ചെയ്തിട്ട് നീ ന്യായം പറയുന്നു, അഹങ്കാരി. എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തിനാണ് അമ്മച്ചി ഷീലയെ തല്ലിയത്? അതിനുവേണ്ടി അവൾ എന്നാ തെറ്റാ ചെയ്തത്? നീ ഒരു പെൺകൊന്തനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അങ്ങനെയാണെന്ന് വിചാരിക്കണ്ട. ഇത്രയും നാൾ നീ ഞങ്ങളുടെ മുമ്പിൽ പാവമായി അഭിനയിക്കുമായിരുന്നു അല്ലേടാ? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് അച്ചായൻ പറയുന്നത്? നീ ഇവളും കൂടി മാസാമാസം എഴുതി ഉണ്ടാക്കുന്ന കള്ളക്കണക്ക് ഞങ്ങൾ അറിയില്ല എന്നാണോ വിചാരിക്കുന്നത്? ദൈവദോഷം പറയരുത് പൊന്നിച്ചായ. ഞാൻ എന്ത് കള്ളത്തരം ചെയ്തെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നീ കൂടുതലൊന്നും പറയണ്ട. അമ്മച്ചി പറയുന്നതനുസരിച്ച് എല്ലാ സാധനങ്ങളും എടുത്ത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറക്കി വിട്ടോണം. ജോണിച്ചായ, എന്താണ് ഈ പറയുന്നത്? നീ ഇവളെ എങ്ങോട്ട് പറഞ്ഞു വിടാനാണ്? അമ്മച്ചി ഒന്നും കേൾക്കുന്നില്ലേ? നീ എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെയും കൂട്ടി ഇറങ്ങിക്കോണം. ഞാൻ മരിച്ചാൽ പോലും ഇവിടേക്ക് വന്നേക്കരുത്. ഇനിയും നിങ്ങളെ എനിക്ക് കാണണ്ട. വലിയപറമ്പിൽ തറവാട്ടിലെ അന്നമ്മ ഇങ്ങനെ ഒരു മകനെ പ്രസവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളാം. അമ്മച്ചി, ഇങ്ങനെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാനും അമ്മച്ചിയുടെ മകനല്ലേ? ഈ എല്ലാം കർത്താവ് തമ്പുരാൻ കാണുന്നുണ്ട്. എന്നാൽ നീ എവിടെയും കൂട്ടി അങ്ങ് കർത്താവിന്റെ അടുക്കലേക്ക് പോടാ. ഓ, എന്തോ ഒരു ചൂടാണേ, ഉരുകിപ്പോകും. എടി മോണിയെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ദേ വക്കീലും ഉണ്ട്, കേറിയോ വക്കീലേ? എന്താ വക്കീലേ, പോയ കാര്യം എന്തെങ്കിലും നടന്നോ? ജോസ് വക്കീൽ ഒരു കാര്യം ഏറ്റാൽ അത് നടത്താതെ പിന്മാറിയ ചരിത്രമില്ല. അധികം വാല പഠിക്കാതെ താൻ അവിടെ ഇരിക്കേ. ഈ കൂടെയുള്ള ആരാണ് വക്കീലെ? ഇവർക്കെല്ലാം നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു സർവേറെ കൂടെ കൂട്ടിക്കൊണ്ടാ വന്നിരിക്കുന്നത്. പുള്ളി അങ്ങ് മാനാത്തുകാരനാ. എന്തോടോ തന്റെ പേര്? ജോജി. വക്കീലേ, ഇരിക്കെ. എല്ലാ പ്രമാണങ്ങളും പ്രത്യേകമല്ലേ ജോണി എഴുതിയിരിക്കുന്നത്? അമ്മച്ചി, സണ്ണിക്കുട്ടിക്കുള്ളത് അമ്മച്ചിയുടെ കാലശേഷവും ബാക്കിയെല്ലാം ഉടൻ തന്നെയുള്ള പൂർണ്ണ അധികാരപ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രമാണങ്ങളെല്ലാം വായിച്ചോടോ വക്കീലേ? ശരി ഏട്ടത്തി. ആ കണ്ണട എടുത്ത് വെച്ച് വായിക്കണ്ട വക്കീലേ.
കോട്ടയം താലൂക്കിൽ ഒലവക്കോട് പഞ്ചായത്തിൽ മീനച്ചിൽ വാർഡിൽ കാക്കപ്പാറ മുറിയിൽ പരേതനായ ഗീവർഗീസിന്റെ ഭാര്യ 72 വയസ്സുള്ള അന്നമ്മ ഗീവർഗീസ് വലിയ പറമ്പിൽ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി തയ്യാറാക്കിയ ഇഷ്ടദാന പ്രമാണം. എന്റെ വക്കീലേ, താൻ ഈ ഭൂമിശാസ്ത്രം ഒന്നും വായിക്കണ്ട. അതിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം വായിച്ചാൽ മതി. കേട്ടല്ലോ? സർവേ നമ്പർ 325/76 റബ്ബർ ആദായമായി ലഭിക്കുന്ന 65 സെന്റ് സ്ഥലവും നമ്പർ 326/77 കൃഷി ചെയ്യുന്ന 75 സെന്റ് സ്ഥലവും വഴി അവകാശത്തോടു കൂടി മൂത്ത മകൻ ജോണിക്കുട്ടി വർഗീസിനും സർവേ നമ്പർ 238/65 1.5 ഏക്കർ തെങ്ങിൻ തോപ്പും സർവേ നമ്പർ 432/28 ജലസേചന സൗകര്യത്തോടു കൂടിയ 1 ഏക്കർ നെൽകൃഷിപ്പാടം ഇളയ മകൾ മോളിക്കുട്ടി അലക്സിനും സർവേ നമ്പർ 538/18 1.5 ഏക്കർ പുരയിടവും അതിലുള്ള 3250 സ്ക്വയർ ഫീറ്റ് വീടും മൂന്നാമത്തെ മകൻ ബെന്നി വർഗീസിനും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി കൈവശം വെച്ച് അനുഭവിക്കുവാൻ ഇഷ്ടദാനം ചെയ്തിരിക്കുന്നു. ആഹാ, കൊള്ളാം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ചേട്ടത്തി, ഈ കൂട്ടത്തിൽ നമ്മുടെ സണ്ണിക്കുഞ്ഞിനൊന്നുമില്ലേ? അവൻ ഇവിടുത്തെ അല്ലേ? എനിക്കറിയാം താൻ അത് ചോദിക്കുമെന്ന്. പുകഞ്ഞ കൊള്ളി പുറത്തെ എന്നാണല്ലോ പ്രമാണം. പിന്നെ വക്കീൽ അവനും കൊടുത്തിട്ടുണ്ട്. വായിക്കട വക്കീലെ അവനുള്ളതും. അല്ലെങ്കിൽ ഈ മാപ്പിള ചങ്കു പൊട്ടി ചത്തുപോകും. സ്വത്ത് വിവരം മാത്രം വായിച്ചാൽ മതിയോ? ഓ മതി മതി, അത് തന്നെ അധികം. സർവേ നമ്പർ 612/22 നെൽകൃഷിക്ക് അനുയോജ്യമായ ജലസേചന സൗകര്യമുള്ളതുമായ 50 സെന്റ് കൃഷിഭൂമി മാതാവായ അന്നമ്മ വർഗീസിന്റെ കാലശേഷം കൈവശം വെച്ച് അനുഭവിക്കുവാൻ. നിർത്തോക്കില്ലേ, നിർത്ത്. ആളൊപ്പം ചേറും അതിനൊപ്പം വെള്ളവും കയറി കിടക്കുന്ന ആ സ്ഥലത്ത് എന്നാ കൃഷി ചെയ്യാനാ? അത് കിട്ടിയിട്ട് സണ്ണിക്ക് എന്താ പ്രയോജനം? കർത്താവ് പോലും ക്ഷമിക്കത്തില്ല. അവന് നിങ്ങളുടെ മകനാണെന്നുള്ള കാര്യം ചേട്ടത്തി മറക്കരുത്. എടാ ഔസേപ്പേ, താൻ ഇവിടുത്തെ തറവാട്ടുകാരനൊന്നും അല്ലല്ലോ ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ. താൻ ഇവിടുത്തെ വേലക്കാരൻ എന്നുള്ള കാര്യം മറക്കണ്ട. ആ നിലയിൽ സംസാരിച്ചാൽ മതി, കേട്ടല്ലോ? ഒന്നും മറന്നിട്ടില്ല കുഞ്ഞെ, ഒന്നും മറന്നിട്ടില്ല. മനുഷ്യത്വത്തിന്റെ ഒരു നുറുങ്ങുവെട്ടം എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. കുടുംബമില്ലാത്ത എനിക്ക് നിങ്ങൾ എന്റെ എല്ലാമാണെന്ന് ഞാൻ വിചാരിച്ചു. ശരിയാണ്, ഇവിടുത്തെ ഉപ്പുചോറുമാണ് ഞാൻ. പക്ഷേ ദൈവത്തിന് നിരക്കാത്തത് കണ്ടപ്പോ സഹിച്ചില്ല കുഞ്ഞെ, സഹിച്ചില്ല. താൻ അധികം ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? താൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? തനിക്ക് പാടത്തും പറമ്പിലും പണിയൊന്നുമില്ലേ? 3 നേരം മൂക്കറ്റം തട്ടുന്നതല്ലേ? പോയി തന്റെ കാര്യം നോക്ക്. അല്ലെങ്കിൽ തന്നെ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം? എടി മോളിയെ, ഈ കപ്പൽ എടുത്തോണ്ട് പോകൂ. ഉരിയായിരിക്ക് വകയില്ലാത്തവന്റെ ഉരിയാടലിന് എന്ത് വിലയാണുള്ളത് അല്ല ചേട്ടത്തി? ശരിയാണ്, ഞാനിവിടെ തിന്നും കുടിച്ചും ജീവിച്ചു. നിങ്ങളെയൊക്കെ തോളിൽ കൊണ്ട് നടന്നതിന്റെ പാട് ഇപ്പോഴും എന്റെ തോളിലുണ്ട്. അറിയാമോ, നിങ്ങളുടെ അപ്പനായ ഗീവർഗീസ് ചേട്ടൻ എനിക്ക് എന്റെ സ്വന്തം കൂടപ്പുറപ്പായിരുന്നു. അദ്ദേഹവും എന്നെ സ്വന്തം സഹോദരനെ പോലെയാ കണ്ടിരുന്നത്. എന്റെ ഈ കൈകൾ കൊണ്ട് ഒത്തിരി വാരി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ. പക്ഷേ നിങ്ങൾ അതെല്ലാം മറന്നു. മതി മക്കളെ, മതി. എനിക്ക് സന്തോഷമായി. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുകയില്ല. ഞാൻ പോവുകയാണ്. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. അത്യാവശ്യമായിട്ട് എനിക്ക് 2 പേരെ കൂടി കാണാനുണ്ട്. ശരി, നമുക്ക് വൈകിട്ട് കാണാം. എടാ, വക്കീലിന്റെ ഫീസ് കൊടുത്തോ? അത് ഞാൻ പിന്നെ കണ്ടോളാം. എന്റെ പുന്നാരെ അമ്മച്ചി, എനിക്ക് വയ്യ. എന്റെ അമ്മച്ചിക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പൊന്നുംകുടം പോലെയുള്ളത് അമ്മച്ചിയല്ലേ ദൈവം നമുക്ക് തന്നത്. ഒന്ന് ചുമ്മാതിരി പിള്ളാരെ. നിങ്ങൾക്ക് അർഹപ്പെട്ടത് വീതിച്ചു തന്നതല്ലാതെ ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തോ? എന്തായാലും കോളടിച്ചത് പെന്നിയാണ്. ഈ വീടും പറമ്പ് നീ അടിച്ചു മാറ്റി കളഞ്ഞില്ലേ? ഓ പിന്നെ, ചേട്ടായിക്ക് കിട്ടിയെന്ന് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. ഈ ഓണം കയറാ മൂലയിൽ ഒരു പഴയ വീടും പറമ്പും. പിന്നെ അത് വിറ്റ് കാശാക്കാനുള്ള ടെക്നിക്കൊക്കെ എനിക്കറിയാം. നിങ്ങൾ കിട്ടിയതിന്റെ കാര്യം പറഞ്ഞ് കടിപിടി കൂടാതെ ആരാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് തീരുമാനിക്കുക. ഞാൻ ആരുടെ കൂടെയാണ് ഇനിയും താമസിക്കേണ്ടത്? അമ്മച്ചി,
എനിക്ക് വലിയ ആഗ്രഹമാണ് അമ്മച്ചി എൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാം, ഫ്ലാറ്റ് വാടകയും പിള്ളേരുടെ ഫീസും എല്ലാം കൂടി ഞാൻ കിടന്ന് കറങ്ങുകയാണ്. അലക്സ് ജോലിക്ക് പോകുന്നില്ലെന്ന കാര്യം അമ്മച്ചിക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എടി, അമ്മമാരെ നോക്കാൻ പെൺമക്കളാണ് നല്ലത്. നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ബെന്നി, നീ എന്താടാ ഈ പറയുന്നത്? ഞാൻ വേറൊരാളുടെ ഭാര്യയാണ്. എനിക്ക് അങ്ങേരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി നോക്കണ്ടായോ? എന്തായാലും കൊള്ളാം. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പള്ളിയിലും ദേശത്തും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പിള്ളേരുടെ കൂടെ പോകുകയാണെന്ന്. അതിനി മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പോയി കാപ്പി ഇട്ടുകൊണ്ട് വരാം. ചേട്ടായിക്കാണെങ്കിലേ പിള്ളേരെ നോക്കാൻ ആളും ആകും, ആലിസ് ചേച്ചിക്ക് ഒരു കൂട്ടുമാകും. അതെന്താ, നിനക്കും ആയിക്കൂടെ? നിന്റെ ഭാര്യയ്ക്ക് ഓഫില്ലാത്ത ഡ്യൂട്ടി എന്നാണല്ലോ നീ പറയുന്നത്. പോരാത്തേനെ ഈ വീട് നിനക്കല്ലേ കിട്ടിയത്? ഇളയ മക്കളുടെ കടമയാണ് അമ്മമാരെ നോക്കേണ്ടത്. അമ്മച്ചി വന്നാൽ ആലീസുമായിട്ട് ചേരത്തുമില്ല, എന്റെ കുടുംബ ജീവിതവും കുളമാകും. എന്തായാലും അമ്മച്ചിയെ ഞാൻ കൊണ്ടുപോകുന്ന ആരും കരുതരുത്. ചേടാ, ഇതിപ്പോ ചെകുത്താലിനും കടലിനും നടുക്കാണല്ലോ. എന്താണ് ചെയ്യുന്നത്? ഇതൊരു വലിയ കുരിശായി പോയല്ലോ. സ്വത്തെല്ലാം എഴുതി തന്നത് നമ്മൾ അമ്മച്ചിയെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചാണ്. കൊണ്ടുപോയില്ലെങ്കിൽ അതെല്ലാം തിരികെ എഴുതി എടുക്കുമോ? അതോർത്താരും ഭയപ്പെടണ്ട. അമ്മച്ചി നമുക്ക് എഴുതി തന്നത് ഇറിവോക്കബിൾ പവർ ഓഫ് അറ്റോർണി പ്രകാരമാണ്. അത് തിരുത്താനും തിരികെടുക്കാനും സാധിക്കത്തില്ല. സ്വത്ത് നമ്മുടെ അവകാശമല്ലേ? നിർത്തടി. എന്തവകാശം? ഇവിടെ വേറെ ഒരുത്തനുണ്ടായിരുന്നല്ലോ. നമ്മൾ അവൻ എന്താണ് കൊടുത്തത്? അമ്മച്ചിയുടെ കാര്യം വന്നപ്പോൾ എന്താ നിന്റെ സ്വഭാവം മാറ്റിയത്? സ്വത്ത് വീതം വെച്ച കാര്യം ഞാൻ ആലീസിനെ വിളിച്ചു പറഞ്ഞു. അവൾക്ക് വളരെ സന്തോഷമായി. ഇനി അമ്മച്ചയും കെട്ടിപ്പൊതിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യം എനിക്ക് ഓർക്കാനേ വയ്യ. എന്തായാലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ തീരുമാനിക്കണം. എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ഒന്നിച്ചാലോചിക്കാം. ചേട്ടായി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അമ്മച്ചിയെ നോക്കിയനെ. അവനെ തിരിച്ചു വിളിച്ചാലോ? അത് ശരിയാണ്. സണ്ണിക്കാകുമ്പോൾ മാസാമാസം എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ മതി. നിങ്ങൾക്ക് നാണമില്ലേ? പറയുന്നൊരു യുക്തിയൊക്കെ വേണ്ടേ? അമ്മച്ചിയും നമ്മളും ചേർന്നല്ലേ അവനെ പുറത്താക്കിയത്. ഇനി അവനെ എവിടെ പോയി അന്വേഷിക്കാനാണ്? എന്നാൽ ഞാൻ ആലോചിച്ചിട്ട് ഒരു പോംവഴി മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ്. എന്താണ് അച്ചായ? നമുക്ക് അമ്മച്ചിയെ ഒരു വൃദ്ധസദനത്തിലാക്കാം. ഇല്ലില്ല, അത് ശരിയാകത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. എന്താണ് കുഴപ്പം? എന്നാ നീ അമ്മച്ചിയെ കൊണ്ടുപോകും. ഈ രാജ്യത്ത് സർവ്വസാധാരണമായി നടക്കുന്ന കാര്യമല്ലേ? എന്നാലും നമ്മുടെ പെറ്റ തള്ളയല്ലേ, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒരെന്നാലും ഇല്ല. കാര്യങ്ങൾ പറഞ്ഞ അമ്മച്ചിയെ മനസ്സിലാക്കി പതുക്കെ സമ്മതിപ്പിക്കണം. മക്കളെ, നിങ്ങൾ ഈ കാപ്പ് കുടിച്ചുകൊണ്ട് വർത്താനം പറ. ഞങ്ങൾ അമ്മച്ചിയെ കൂടെ കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പറയൂ മക്കളെ, വേഗം പറയൂ. ആരാണ് എന്നെ കൊണ്ടുപോകുന്നത്? ഇനിയുള്ള കാലം സമാധാനത്തോടെ എനിക്ക് ജീവിക്കണം. അമ്മച്ചിയെ കൊണ്ടുപോകുന്നതിനെ കുറച്ച് ചെലവുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ബെന്നി വീട് പോലും വിൽക്കാൻ പോകുന്നത്. അമ്മച്ചി, പേപ്പർ ശരിയാക്കണമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ വിസ കൊടുക്കുന്നതുമില്ല. എന്ന് വെച്ചാൽ വിസ ശരിയാകുന്നവരെ ഞാൻ എവിടെ താമസിക്കണമെന്നാണോ നീ പറയുന്നത്? അമ്മച്ചി, അതുവരെ താമസിക്കാൻ ഞങ്ങൾ അമ്മച്ചിക്ക് ഒരു സുരക്ഷിതമായ സ്ഥലം ശരിയാക്കിയിട്ടുണ്ട്. അതോർത്ത് അമ്മച്ചി ഭയപ്പെടണ്ട. അമ്മച്ചി, അവിടെ എന്ത് രസമാണെന്നറിയാമോ? അമ്മച്ചിയുടെ പ്രായത്തിലുള്ള ഒത്തിരി പേരുണ്ട് അവിടെ. എടീ, എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയടി. എന്നെ നിങ്ങൾ എവിടെയാണ് ആക്കാൻ പോകുന്നത്? അമ്മച്ചി ഞങ്ങൾ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അവിടെ അമ്മച്ചി സുരക്ഷിതയായിരിക്കും. എന്ത്? നിങ്ങൾ എന്നെ കൊണ്ടാക്കുന്ന വൃദ്ധസദനത്തിലോ? എന്റെ ദൈവമേ, എന്നെ തൊട്ടുപോകരുത്. എന്റെ ദൈവമേ, ഇതെനിക്ക് നീ തന്ന ശിക്ഷയാണ്. ഞാൻ എന്റെ തന്നെ കുഞ്ഞിനോട് ചെയ്തതിനല്ല. അവനുണ്ടായിരുന്നെങ്കിൽ എന്നെ പൊന്നുപോലെ നോക്കിയെന്ന്. എന്റെ യേശുവേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ യേശുവേ, എന്നോട് ക്ഷമിക്കണമേ. അടുത്ത രംഗത്തോടു കൂടി ഈ നാടകം ഇവിടെ പര്യവസാനിക്കുകയാണ്. ഈ നാടകത്തിന്റെ ആദ്യോടന്ത്യം ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും തന്ന്
ഇന്ന് വരെ ഞങ്ങളൊപ്പം നിന്ന ബഹുമാനപ്പെട്ട ഇടവക വികാരി ഫാദർ സൈമൺ ജോസഫ് അച്ഛനോടുള്ള അഗൈതമായ നന്ദിയും കടപ്പാടും ഞങ്ങൾ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുവാൻ എല്ലാ സൗകര്യങ്ങളും സഹായ സഹകരണങ്ങളും തന്ന് ഞങ്ങളൊപ്പം നിന്ന പ്രിയങ്കരനായ ട്രസ്റ്റി ശ്രീ സെന്റ് ജോർജ്, സെക്രട്ടറി ശ്രീ ജേക്കബ് കാക്കരിവേലിക്കും മറ്റെല്ലാ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇത്രയും സമയം സഹിഷ്ണുതയോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം തന്ന എല്ലാ കലാസ്നേഹികളായ ഇടവക ജനങ്ങളോടും മറ്റുള്ള ഇടവകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള എല്ലാവരോടുമുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹാദരവും അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. കഥാപാത്രങ്ങളും അഭിനയിച്ചവരും: അന്നമ്മ ചേട്ടത്തി, വത്സമ്മ ജോസ് മുട്ടാർ, ഔസേപ്പേട്ടൻ, റോജി കൊട്ടാരക്കര, സണ്ണിക്കുട്ടി, അലക്സ് കെ മാത്യു ചുനക്കര, ഷീല, ബീന അലക്സ് ചുനക്കര, ജോണിക്കുട്ടി, അലക്സ് എം ജി കായംകുളം, ബെന്നി, ഫിലിപ്പോസ് പണിക്കർ കുണ്ടറ, അഡ്വക്കേറ്റ് ജോസ് മോഹൻ ജോൺ ഇടത്വ, മോളി ഷൈനി ഫിലിപ്പോസ് കൊല്ലം, സർവേയർ വർഗീസ് ചെറിയാൻ മാന്നാർ, ഓൾഡ് ഏജ് ഹോം ഇൻചാർജ് പൊന്നമ്മ അടൂർ, അസിസ്റ്റന്റ് ഷുജ കോന്നി, കൂട്ടുകാരി ലിസി കൊട്ടാരക്കര. സ്റ്റേജ് ഹരി ദിവ്യ ഡെക്കറേഷൻസ് മരട്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷുജിൻ SP ഇലക്ട്രോണിക്സ് മരട്, റെക്കോർഡിംഗ് MA കോശി എറണാകുളം, എഡിറ്റിംഗ് മിക്സിംഗ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലിബിൻ വർഗീസ് കോന്തിരുത്തി, മേക്കപ്പ് ആൻഡ് വസ്ത്രാലങ്കാരം റെനി ബിനോയ് ആൻഡ് സുശീല മസാം, വീഡിയോഗ്രാഫി ആൽബർട്ട് അലക്സ് എറണാകുളം, ടീം കോർഡിനേറ്റർ ആൻഡ് അഡ്വൈസർ ജോസ് മോഹൻ ജോൺ എടത്വ, കഥ തിരക്കഥ ചന്ദ്രൻ കൊട്ടാരക്കര, സംഭാഷണം സംവിധാനം ബിനോയ് പി സാമുവൽ കരുവറ്റ. നാടകം ഇവ ആരംഭിക്കുകയായി. എനിക്ക് തന്ന ശിക്ഷയാണ്, ഭാവിയായ എന്നോട് ക്ഷമിക്കണം. അമ്മച്ചി, ദേ ക്രിസ്മസ് കരോളിങ് എത്താറായി. എല്ലാവരും പുറത്തുണ്ട്. അമ്മച്ചിയും കൂടെ പുറത്തേക്ക് വാ. ഞാൻ വരുന്നില്ല. എനിക്ക് ഈ കരോൾ കാണണ്ട. കഴിഞ്ഞ വർഷം ഞാൻ എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞുങ്ങളോടുകൂടി ഒന്നിച്ചാഘോഷിച്ചതാണ്. എന്നാൽ ഇന്ന് ഞാൻ ഒറ്റയായി. എന്റെ അഹങ്കാരത്തിന് ദൈവം തന്നെ ശിക്ഷയാണ്. മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ വലിയ തെറ്റ് എന്നോട് ക്ഷമിക്കണമേ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. മാഡം, അമ്മച്ചിയെ കാണാൻ 2-3 പേർ വെയിറ്റ് ചെയ്യും. എന്റെ മക്കളെ, നിങ്ങളുടെ അമ്മച്ചിക്ക് ഈ ഗതി വന്നടാ. എന്റെ അമ്മച്ചി, ഞങ്ങൾ എന്താണ് ഈ കാണുന്നത്? ഞങ്ങളുടെ അമ്മച്ചിക്ക് ഈ ഗതി വന്നല്ലോ. എന്റെ പൊന്നു തമ്പുരാനെ, ഞങ്ങൾ അമ്മച്ചിയെ എവിടെയെല്ലാം തിരക്ക് നടന്നെന്നറിയാമോ? എന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഞാൻ പണത്തെയും പണമുള്ളവരെയും മാത്രം സ്നേഹിച്ചു. എന്നാൽ എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കാൻ ഞാൻ മറന്നുപോയി. അമ്മച്ചി, കർത്താവിനെ അറിഞ്ഞു തുടങ്ങിയാൽ ഒഴുകുന്ന നദി പോലെയാണ് ആത്മാർത്ഥമായ സ്നേഹം. അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മച്ചിയോട് യാതൊരു പിണക്കവുമില്ല. ഏതാണ് ഈ കുഞ്ഞ്? ചേട്ടത്തിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. സണ്ണിക്കുഞ്ഞിനും ഷീലക്കൊച്ചിനും ദൈവം ദാനമായി നൽകിയതാണ് ഈ പൊന്നിനെ. എന്റെ മുത്ത്, അയ്യോ, എന്റെ സ്വത്തെല്ലാം കൈവിട്ട് പോയല്ലോ. എന്റെ കുഞ്ഞിനെ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ. നമ്മുടെ കർത്താവപ്പച്ചൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് വേറെ സ്വത്ത്? എന്റെ അമ്മച്ചി, മാതാപിതാക്കളെക്കാൾ എന്ത് മികച്ച സ്വത്താണ് ലോകത്തുള്ളത്. ഞങ്ങൾക്ക് ഏറ്റവും മികച്ച സ്വത്താണ് ഈ കിട്ടിയത്. ഞങ്ങളുടെ അമ്മച്ചിയെ ദൈവം ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട ക്രിസ്മസ് സമ്മാനം. എന്നാലും മക്കളെ, നിങ്ങളുടെ മനസ്സറിയാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ മക്കളെ. അമ്മച്ചി, കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ?
അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നഷ്ടപ്പെട്ടതിനേക്കാൾ അധികം എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനിയുള്ള കാലം അമ്മച്ചി ഞങ്ങളുടെ കൂടെ സുഖമായി കഴിയണം. ചേട്ടത്തി, എനിക്ക് മണിമാളിയൊന്നും ഇല്ലെങ്കിലും 3 സെന്റിൽ ഒരു കൂരയുണ്ട്. ശിഷ്ടകാലം ചേട്ടത്തിക്ക് സുഖമായി അവിടെ കഴിയാം. ഇപ്രാവശ്യം തീരപ്പിറവി നമ്മൾ അവിടെ ഒന്നിച്ചാഘോഷിക്കും. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനമായി കിട്ടാൻ ഒന്നുമില്ല. എന്റെ അമ്മച്ചിയെ We wish you a happy Christmas to you all.